ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ തമിഴിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഗുഡ് ആണോ ബാഡ് ആണോ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ട്രാപ്പ് ആണോ, ഫൈനാൻഷ്യൽ ട്രാപ്പ് ആണോ, ക്രെഡിറ്റ് കാർഡ് കഴിഞ്ഞാൽ നിങ്ങൾ ആകെ പൊട്ടിത്തരിപ്പണമാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഹിന്ദി കുറേ ലോക്കൽ ചാനൽസിലൊക്കെ ഞാൻ വീഡിയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ പേര് നമ്മൾ അത് ടാഗ് ചെയ്തിട്ട് കുറേ പേര് നമുക്ക് സംശയമായിട്ട് കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ മെസ്സേജും സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഈ വീഡിയോ എടുക്കാൻ മെയിൻ കാരണം തന്നെ. അപ്പോൾ നമ്മുടെ രണ്ട് ചാനൽസും കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൂന്നാമത്തെ ചാനൽ ജിസ്റ്റ് പോലെ കാണാത്തവരെ കണ്ടു നോക്കുക. നമ്മൾ ടെക്നിക്കൽ ന്യൂസുകളും ഫൈനാൻഷ്യൽ ന്യൂസുകളും ഗാഡ്ജറ്റ് കമ്പാരിസണും സംഭവിക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്പ് ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് മേടിച്ചാൽ മതിട്ടാ. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, എല്ലാ സംഭവം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത് കുറേ പേര് പറയുന്നത് ഒരു ട്രാപ്പാണ്, ഒരു ലോൺ ട്രാപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് നമുക്ക് കുറേ പേര് തന്നെ നമുക്ക് ടാഗ് ചെയ്തിട്ട് കുറേ കമൻറ്റ് സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലോൺ തന്നെയാണ്, ഒരു കാർഡ് ബേസ്ഡ് ലോൺ, ഒരു റിക്കറിംഗ് ലോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബാങ്ക് തരുന്ന ഒരു ലോണാണ്. അപ്പോൾ കുറേ പേര് വിചാരിക്കുന്ന വെച്ചാൽ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 3 ലക്ഷം ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കാശ് കിട്ടിയ പോലെയാണ്. നമ്മുടെ കാശില്ല, നമുക്കിപ്പോൾ സാലറി മാസത്തിൽ ക്രെഡിറ്റ് ആയി, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് കുറേ പേർക്ക്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ചിലർക്ക് ഇതുപോലെ ഈ കാർഡ് കിട്ടുമ്പോൾ ഒരു ചിലപ്പോൾ 3 ലക്ഷം കിട്ടി, 3 ലക്ഷം കിട്ടി, നമ്മൾ ചിലപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അത് ഫുള്ള് ചിലവാക്കും. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ട്. അത് പ്രത്യേകിച്ചും ഒരു ഡിഫറെൻറ്റ് എന്താ പറയുക കാറ്റഗറി ഓഫ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർക്കാണ് മെയിനായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ടീനേജ് എന്ന് പറയും, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സ് ഇപ്പോൾ ബാങ്കുകളൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് കൊടുത്തു തുടങ്ങി. പണ്ടത്തെ സ്ഥിതി ഇങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ ഈ എന്താ പറയുക നമുക്ക് എന്താ പറയുക ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ പൂരാണ്. അതുപോലെ തന്നെ ഈ കറക്റ്റായിട്ട് ഇപ്പോൾ ഇത്രയും കൊല്ലം നമുക്ക് ഇൻകം വരുന്നുണ്ട്, അത് സേഫ് ആയിട്ടുള്ള ഇൻകം ആണ്, അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ ബാങ്ക് കൊടുക്കാറ്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അച്ഛൻ ബാങ്ക് മാനേജറായിരുന്നു, അതും പബ്ലിക് ബാങ്കിൻ്റെ ബാങ്ക് മാനേജറാണ്. ആൾക്ക് ക്രെഡിറ്റ് കാർഡ്, അതും ബാങ്ക് മാനേജറാണ്, ആൾക്ക് എന്നിട്ട് ക്രെഡിറ്റ് കാർഡ് എടുത്തപ്പോൾ കിട്ടിയ ലിമിറ്റ് 10,000 സംതിങ് ആയിരുന്നു ആദ്യം. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് 10,000 വേണമെങ്കിൽ ചിലപ്പോൾ സ്റ്റുഡൻസിന് ഇടുന്നതായിരിക്കും. അതാണ് വ്യത്യാസം. അപ്പൊ ഇപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ കോമ്പറ്റീഷൻസ് കൂടി. അതുകൊണ്ട് തന്നെ ഇപ്പൊ ബാങ്കുകൾ ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൊടുത്തു തുടങ്ങി. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻകം ജസ്റ്റ് വെറുതെ ഒരു ഇൻകം പ്രൂഫോ ITR ഒരു എന്താ പറയുക ഫോം 16 എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സ് കിട്ടും. അതും ചില ക്രെഡിറ്റ് കാർഡ്സുകളൊക്കെ പ്രത്യേകിച്ച് ആമസോൺ പേ, ബൈസൻസ് കാർഡൊക്കെ നമുക്ക് ഇൻകം പ്രൂഫ് ഇല്ലാണ്ട് തന്നെ പ്രീ അപ്രൂവ് ആയിട്ട് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി അക്കൗണ്ട് ബേസ്ഡ് നമുക്ക് PCI ആയിട്ട് കിട്ടുന്നുണ്ട്, പ്രൈവറ്റ് ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് തന്നെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ മിക്ക ആൾക്കാരിലും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിയാത്തവർ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോൺ ട്രാപ്പിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അഭിമന്യുടെ സംഭവം അല്ലേ പേര് പറഞ്ഞു ഒരു അത് കിട്ടുന്നില്ല ആ സംഭവം, നമുക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അതിൽ പെടും. അപ്പോൾ എന്താ വെച്ചാൽ ഇതിന് ഭയങ്കരമായിട്ട് ഞാൻ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പ്രോസും കോൺസും എന്ന് പറയാം. അപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് എൻ്റെ ഒരു ബേസിസിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫൈനാൻഷ്യൽ എന്താ പറയുക സ്പെഷ്യലിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ടൂൾ ഇൻവെന്റഡ് ബൈ ബാങ്ക് എന്നോ അല്ലെങ്കിൽ ഒഫീഷ്യൽസ് എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അതിന് RBI അല്ല, നമുക്കിത് ക്രെഡിറ്റ് കാർഡ് എല്ലാ വേൾഡ് വൈഡ് ഉണ്ട്. അത് ആരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെടുട്ടാ, എനിക്കറിയില്ല. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫൈനാൻഷ്യൽ ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ ഈ സാധനം കൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾസ് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. അപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് കൊണ്ട് നമുക്ക് എന്താ ഗുണം, നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടും. ഇപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു, നമുക്ക് അതിൻ്റെ റിവാർഡ് പോയിന്റ് കിട്ടി. ഷോപ്പിംഗ് ചെയ്തു, നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടി. അപ്പോൾ അത് ഇങ്ങനെ ഈ റിവാർഡ് പോയിന്റ് കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ കീപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്കത് നല്ലൊരു വലിയ എമൗണ്ട് ആവും. നമുക്കത് വേണമെങ്കിൽ വൗച്ചേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി ഇപ്പോൾ ക്യാഷ് ആയിട്ട് തിരിച്ചു വരുന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാർഡുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ്സിലും ഡിഫറെൻറ്റ് വേരിയൻസുകളുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നതും, ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ റിവാർഡ് പോയിന്റ് കിട്ടുന്നതും, ഫ്യൂൽ അടിക്കുമ്പോൾ റിവാർഡ് പോയിന്റ് കിട്ടുന്നതും, അതുപോലെ തന്നെ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ റിവാർഡ് പോയിന്റ് കിട്ടുന്നതും, അങ്ങനത്തെ കുറേ ടൈപ്പ് ഓഫ് കാർഡുകളുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഒരെണ്ണം പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഈ ആപ്പിൾ വാച്ച് അൾട്ര വാങ്ങിച്ചത് നമ്മുടെ ആമസോൺ പേ ബാലൻസിൻ്റെ അല്ലെങ്കിൽ ആമസോൺ പേ കാർഡ് ഉപയോഗിച്ചിട്ടുള്ള റിവാർഡ് പോയിന്റ് വെച്ചിട്ടാണ്. അതും പകുതി, ഫുള്ളല്ല പകുതി, ഓൾമോസ്റ്റ് ഒരു 30,000 രൂപ എൻ്റെ ആമസോൺ പേ ബാലൻസിൽ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് 2-3 മാസമായിട്ട് കിട്ടിയ റിവാർഡ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ ബെനിഫിറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ റിവാർഡ് പോയിന്റ് വെച്ചിട്ട്. പിന്നെ വരുന്നതാണ് നമുക്ക് ഒരു 50 ദിവസത്തെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പർപ്പസ് ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാഷ് ആവശ്യം വന്നു നമുക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം. 50 ദിവസം കഴിഞ്ഞിട്ട് അറേഞ്ച് ചെയ്ത് അടച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എമർജൻസി ഫണ്ടായിട്ട് വേണമെങ്കിൽ ചില സമയത്ത് ഉപയോഗിക്കാം. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ EMI ഫെസിലിറ്റീസ് എടുക്കാം. എന്തെങ്കിലും കാരണവശാലും നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് വേണമെങ്കിൽ EMI കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ കോൺസ് നോക്കിയാലും കുറേ കോൺസുകളുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ ഏത് സാധനത്തിനായാലും നമുക്ക് നെഗറ്റീവ് ഉണ്ടായിരിക്കും, പോസിറ്റീവ് ഉണ്ടായിരിക്കും. അത് മനുഷ്യൻ്റെ അടുത്തായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. അത്
പോസിറ്റീവ്സ് നോക്കി ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് അതല്ല എന്ത് സാധനമായാലും അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കോൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഹൈ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. 16%, 40% ഒക്കെ നമുക്ക് ആനുവലി സംഭവമൊക്കെ വരും ഇതിൻ്റെ ഇൻട്രസ്റ്റ് EMI. പ്രത്യേകിച്ച് നിങ്ങളിത് കറക്റ്റായിട്ട് ഡ്യൂ ഡേറ്റിന് മുമ്പ് അടച്ചില്ലെങ്കിൽ പിന്നെ പെട്ടു 40%, 42% ഇൻട്രസ്റ്റ് വരിക. പിന്നെ ഫൈനും വരും എക്സ്ട്രാ. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതാ പറഞ്ഞത് കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ട് അറിയാത്തവരാണെങ്കിൽ പെട്ടു. അതാണ് മെയിൻ അവിടെ ഒരു ഹൈലൈറ്റ് വരുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് ഡ്യൂ ഡേറ്റ് ഒക്കെ അടച്ച് പോകുന്നതാണെങ്കിൽ അവർക്കൊരു കുഴപ്പമില്ല. അടയ്ക്കാത്തവരാണ് ഇങ്ങനെ പെടുന്നത്. അപ്പോൾ അവരിങ്ങനെ പെട്ടു. പിന്നെ അത് ഇൻട്രസ്റ്റ് കയറി ഒരു ട്രാപ്പ് പോലെയോ. പിന്നെ അതിങ്ങനെ നിങ്ങൾ അടിച്ച് തീർക്കുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ എടുത്തതിൻ്റെ ഒരു 10 മടങ്ങ് 3, 4 മടങ്ങ് 5 മടങ്ങ് 10 മടങ്ങൊക്കെ ആവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. കുറേ പേർക്ക് ഈ കാർഡിനെ കുറിച്ച് അറിയാത്തവർക്ക് തന്നെ ഇതിന് നിങ്ങൾക്കറിയാം. ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ജോയിന്റ് ഫീസ് ഉണ്ടായിരിക്കും, മാനുവൽ ഫീസ് ഉണ്ടായിരിക്കും. അത് ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ വരുന്ന ഡെബിറ്റ് കാർഡിനും ഇപ്പോൾ വരുന്നല്ല പണ്ട് തൊട്ടേ ഡെബിറ്റ് കാർഡിനൊക്കെ ആനുവൽ ഫീസും ജോയിന്റ് ഫീസൊക്കെ ഉണ്ട്. ഇതൊന്നും നോക്കാറില്ലെന്ന് മാത്രം ആരും. ക്രെഡിറ്റ് കാർഡിൻ്റെ സംഭവം ഫേമസ് ആയപ്പോഴാണ് ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡിനും ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ബാങ്ക് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി പിടിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇത് അടയ്ക്കാണ്ട് അതിങ്ങനെ കൂടി ചിലപ്പോൾ അവർ കാർഡ് എടുത്തിട്ടുണ്ടാവും, എനിക്ക് വേണ്ട അവർ, പക്ഷെ അത് ക്ലോസ് ചെയ്യില്ല, അവിടെ വെറുതെ വിടും അറിയാത്തതുകൊണ്ട്. എനിക്ക് എത്ര കമന്റ് അറിയാം ഇങ്ങനെ വരുന്നത്. അവിടെ ഇടും 5-6 മാസം കഴിഞ്ഞ് ചിലപ്പോൾ ബില്ല് വരുമ്പോഴേക്കും ആവുമായിരുന്നു, ചിലപ്പോൾ വീട്ടിലേക്ക് നോട്ടീസ് വരുമ്പോഴേക്കും ആവും പിന്നെ അവർ അറിയുന്നത്. ചിലപ്പോൾ 30,000, 40,000 വരെ അടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഇത് കറക്റ്റായിട്ട് അറിയാത്തവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ യൂട്ടിലൈസേഷൻ റേറ്റ് നോക്കാണ്ട് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് മിക്ക കാർഡ് ഇപ്പോൾ കിട്ടുന്ന ആൾക്കാരും പ്രത്യേകിച്ച് ഒരു ടീനേജ് ഏരിയ അല്ലെങ്കിൽ ഒരു 10-30 വയസ്സിൻ്റെ താഴെയുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു കാർഡ് കിട്ടി തുടങ്ങിയാൽ ചിലപ്പോൾ തന്നെ അപ്പം തന്നെ അതിൽ ലിമിറ്റ് ചിലപ്പോൾ 90%, 95% ഒക്കെ ഉപയോഗിച്ച് കഴിയും. അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് യൂട്ടിലൈസേഷൻ റേഷ്യോ കൂടും, സിവിൽ സ്കോർ കുറയും, ചിലപ്പോൾ ഇതുപോലെ ഡ്യൂ വരും. അപ്പോൾ പിന്നെ സിവിൽ സ്കോറിൻ്റെ പഠിപ്പളകി പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഹോം ലോണോ എഡ്യൂക്കേഷനോ ഒന്നും കിട്ടില്ല. അപ്പോൾ പെടും. അപ്പോഴാണ് പിന്നെ ഇതൊക്കെ നോക്കുക. അതിന് മുമ്പ് ഇത് കറക്റ്റായിട്ട് നോക്കിയാണെങ്കിൽ പിന്നെ ഇഷ്യൂ വരില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു കിടിലൻ സംഭവം തന്നെയാണ്. അത് പക്ഷേ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയണമെന്ന് മാത്രം. അല്ലെങ്കിൽ നിങ്ങൾ പെടും. അത് ഏത് സാധനമായാലും ഇപ്പോൾ ഇത് ഏത് ലോണായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളത് ഇപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് പഠിക്കാവുന്നേ അത്യാവശ്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ടെക്കും ഫിനാൻസും ചെയ്യുന്ന ഒരു ചാനലാണ് നമ്മളിപ്പോൾ ഇതിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുന്ന കമൻ്റ് എല്ലാം നമ്മളെല്ലാം റിപ്ലൈ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ ഇപ്പോൾ എത്ര പേരാണെന്ന് അറിയാം നമുക്ക് സംശയം ചോദിച്ചു വരുന്നത്. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ അതിന് ചാർജും സംഭവം ചെയ്യുന്നില്ല. നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ വാട്സപ്പിൽ കൊടുക്കുന്നത് മാത്രം. വാട്സപ്പിൽ നമ്മൾ അതിന് ചാർജിങ് ഒന്നും ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞു പറ്റാ. വാട്സപ്പിൽ നമ്മൾ ചാർജിങ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ വാട്സപ്പിൽ ഞാൻ അങ്ങനെ ആക്റ്റീവ് അല്ല. അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കോ സംഭവങ്ങളൊക്കെ. എന്താ വെച്ചാൽ എൻ്റെ അതൊരു ബിസിനസ് വാട്സപ്പാണ്. നമ്മൾ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ ഒരു നമ്പറായിരുന്നു, പക്ഷേ ഞാൻ അങ്ങനെ പ്രൊമോഷനൊന്നും എടുക്കാറില്ല. അപ്പോൾ ആ നമ്പർ അങ്ങനെ ഞാൻ ആക്റ്റീവായിട്ട് ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഇഷ്ടംപോലെ ഫൈനാൻഷ്യൽ ചാനൽസും. പക്ഷേ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നോക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗൂഗിളിൽ കിട്ടാത്ത സാധനമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രം ഈ സാധനങ്ങളൊക്കെ എടുക്കുക. അത് ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, എന്ത് ഫൈനാൻഷ്യൽ സംഭവങ്ങളായിക്കോട്ടെ, അതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് മാത്രം എടുത്ത് ഉപയോഗിക്കാൻ നോക്കുക. ഇപ്പം എനിക്ക് തന്നെ എത്ര കമൻസ് വരുന്നത് അറിയാം. വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം തുറന്ന് കാണിച്ചെന്നാൽ അതിൽ ഇപ്പോഴും ഉണ്ടാവും കുറേ റീഡ് ചെയ്യാൻ പറ്റാത്തല്ല, റിപ്ലൈ ചെയ്യാത്ത കുറേ കമൻറ്റുകൾ. എന്ന് വെച്ചാൽ നമുക്ക് അത്രയധികം കമൻറ്റുകളാണ് വരുന്നത് ഡെയിലി. ഞാൻ ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കും, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യുക. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ എടുത്ത് ചുമ്മാ വെറുതെ ഞാൻ അടുത്ത് കാണിച്ചു തരാം, വെറുതെ പറയാമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്ക്. ഇപ്പം തന്നെ നമുക്ക് ഒരു 3-4 ഇപ്പോൾ എന്താ പറയുക മെസ്സേജ് തിരിച്ച് കൊടുക്കാനുണ്ട്. 3-4 അല്ല, അതിൻ്റെ പിന്നെ ഉണ്ട്, താഴെ ഉണ്ട് കുറച്ചധികം ഉണ്ട്. ഇനിയിപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാനുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ 2-3 ദിവസം എടുത്തിട്ടൊക്കെയായിരുന്നു ചിലപ്പോൾ റിപ്ലൈ കൊടുക്കുക. യൂട്യൂബിലൊക്കെ നമ്മൾ മാക്സിമം 24 hours തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് മാത്രം എടുക്കുക. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ വീഡിയോസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാനൊക്കെ ഭയങ്കര ഈസി പരിപാടിയാണ്. പിന്നെ വലിയ എന്താ പറയുക ആസ്ട്രോഫിസിക്സോ അങ്ങനത്തെ സംഭവമൊന്നുമല്ല, ഈസി പരിപാടികളാണ്, വലിയ സംഭവമൊന്നുമില്ല. അതിനിപ്പോൾ ഒരു കുറച്ച് പോയിന്റ്സുകളുണ്ട്, 5-8 പോയിന്റ്സുകളുണ്ട്. അത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ യൂസുകളും സംഭവങ്ങളും ചെയ്യും, ഇന്റർനാഷണലി യൂസ് ചെയ്യാം. കുറേ പേർക്ക് സംശയമുണ്ട്, ബജാജ് EMI കാർഡ് പോലത്തെ കാർഡുകൾ എന്താ പറയുക ക്രെഡിറ്റ് കാർഡുകളാണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് തമ്മിൽ സെയിം ആണ്. അങ്ങനെ കുറേ
കൺഫ്യൂഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് രണ്ടും വേറെ വേറെയാണ് കേട്ടോ. മറ്റേ EMI കാർഡാണ്. EMI കാർഡ് നമുക്ക് ജസ്റ്റ് എവിടെയാണോ ആ കാർഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള കടകളിൽ അവിടെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതും EMI ആയിട്ട് പർച്ചേസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ക്രെഡിറ്റ് കാർഡ് നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഏത് ഷോപ്പിൽ വേണമെങ്കിൽ. ഇപ്പോൾ എനിക്ക് സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ കയ്യിൽ BPCL SBI കാർഡ് ഉണ്ട്, അത് എനിക്ക് നോർമൽ ഷോപ്പിൽ പോയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ. നമുക്ക് ക്രെഡിറ്റ് കാർഡ് എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇന്റർനാഷണലി ഉപയോഗിക്കാം, ഏത് കടയിലും ഉപയോഗിക്കാം, ഏത് ATM ഉപയോഗിക്കാം. അത് ഫുള്ളി അക്സെപ്റ്റഡ് ആണ്. അതിന് പല പല ചാർജുകൾ വരുന്നുണ്ട്. നോർമൽ ആയിട്ട് ഇപ്പോൾ കാർഡ് POS മെഷീനിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ചാർജ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ പക്ഷേ അതിന് കുറേ ടൈപ്പ് ഓഫ് കാർഡുകൾ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ഫ്യൂവൽ കാർഡ് കൊണ്ട് ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ റിവാർഡ് പോയിന്റ് കിട്ടണമെന്നില്ല. അങ്ങനെ കുറേ ഡിഫറൻസുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കാർഡ് ഏതാണോ അത് കറക്റ്റായിട്ട് എടുക്കുക. അത് കറക്റ്റായിട്ട് ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സിബിൽ സ്കോർ വരും ചെയ്യും. സിബിൽ സ്കോർ ഉണ്ടായി കഴിഞ്ഞാൽ ജസ്റ്റ് ക്രെഡിറ്റ് കാർഡിന് മാത്രമല്ല, നിങ്ങൾക്ക് ലോൺ എടുക്കുമ്പോൾ ഹോം ലോൺ, ഫൈനാൻഷ്യൽ ലോൺ, എഡ്യൂക്കേഷണൽ ലോൺ, കാർ ലോൺ, അങ്ങനത്തെ സംഭവം മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് കുറയും, പെട്ടെന്ന് കിട്ടും. അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് സാധനം കൊണ്ട്. അപ്പോൾ വെറുതെ ചുമ്മാ ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത് ആവശ്യമില്ലാത്തൊരു സാധനം വിചാരിക്കരുത്. അതിൻ്റെ ആവശ്യം വരുമ്പോൾ അതിൻ്റെ അപ്പളെ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ബാക്കിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കുറച്ച് ലെങ്ത് കുഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പ്രോഗ്രാം നമ്മുടെ വെബ്സൈറ്റ് JMG.bank സപ്പോർട്ടോടെ നിങ്ങൾക്ക് സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് അപ്ലൈ ചെയ്യാം. നമ്മുടെ റെഫറൽ ലിങ്കിലാണ്, എല്ലാം സെറ്റപ്പിൻ്റെ റെഫറൽ ലിങ്കിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കിട്ടാം. അതുപോലെ തന്നെ നമ്മുടെ ഈ 2-3 മാസത്തെ അത്യാവശ്യം നല്ല അപ്രൂവൽ ആയിട്ടുള്ള കാർഡുകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബൈ.